കട്ടപ്പന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. നഗരസഭയിലേക്കുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ വരണാധികാരിയായിരുന്നു. കട്ടപ്പന നഗരസഭയിലേക്കുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ലീലാമ്മ ബേബിയെയും, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സിബി പാർപ്പായിയെയും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബീന സിബിയെയും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തോമസ് മൈക്കിളിനെയും, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മനോജ് മുരളിയെയും, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സജിമോൾ ഷാജി എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത്. നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പോടുകൂടി നഗരസഭയിലേക്കുള്ള ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDF വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഇടതുപക്ഷ അംഗങ്ങൾ എത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായി തന്നെ UDF ആളുകൾ കൊടുത്ത നോമിനേഷനുകൾ അംഗീകരിക്കപ്പെടുകയും 5 കമ്മിറ്റികൾക്കും പുതിയ അധ്യക്ഷന്മാർ ഉണ്ടാവുകയും ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ വരണാധികാരിയായിരുന്നു. LDF അംഗങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. BJP അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.